ഹായ്, ഞാൻ ദീപ. ഇന്ന് ഞാൻ ഒരു റത്ത് ആണ് കാണിക്കാൻ പോകുന്നത്. റത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ടൈമിലാണ് നമ്മൾ റത്ത് കാണാറുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് ഈ മെയ് 1-ന്. എൻ്റെ 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഡോറിൽ ഡെക്കറേഷനായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റത്ത് ചെയ്തേക്കുന്നത്. ക്രിസ്മസിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റത്ത് ഉണ്ടാക്കുന്നത്. DIY റത്ത്, അല്ലാതെ നമുക്ക് കടയിൽ നിന്ന് റത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ആദ്യം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് റിങ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അന്നയും കൂടെ വന്നിട്ട് അവളും ഇതുപോലെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് പതുക്കനെ നൈസായിട്ട് ചോദിച്ചത് ഇത് അവൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് കൊടുക്കാൻ എന്തായാലും മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിത് തരില്ല, നീ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉണ്ടാക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പോയിട്ട് ഇവിടെ മിച്ചം ഉണ്ടായിരുന്ന ലൈനിങ്ങിൻ്റെ തുണി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് അവൾ ആ റിങ് ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് അവളത് ഇട്ടേച്ച് പോയി. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് യൂസ് ചെയ്യണ്ട, ഒരു കേരള ടച്ച് കൊടുക്കാം നമ്മുടെ റത്തിന്. അപ്പോൾ നമ്മുടെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന കസവിൻ്റെ തുണി, കസവ് സാരിയുടെ ബോർഡറിൻ്റെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് റത്ത് ഉണ്ടാക്കാന്നുള്ള ഐഡിയ അവളാണ് എനിക്ക് തന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റത്ത് ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത് യൂട്യൂബ് വഴി തന്നെ പരിചയപ്പെട്ട ജോസ്ന ജിബിൻ എന്ന് പറയുന്ന കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ്. പുള്ളിക്കാരി ഇടുക്കിക്കാരിയാണ്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇഷ്ടംപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പുള്ളിക്കാരി. ബാപ്റ്റിസം സെറ്റും അതുപോലുള്ള മിക്ക കാര്യങ്ങളും ഇതുപോലത്തെ റത്തും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പുള്ളിക്കാരിയാണ് എൻ്റെ അടുത്ത് ഇതുപോലെ ഒരെണ്ണം ചെയ്ത് ഹൗസ് വാമിങ്ങിന് മുമ്പേ ചെയ്ത് ഡോർ ഡെക്കറേഷനായിട്ട് വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജോസ്നയുടെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് കാണാം. അപ്പോൾ എങ്ങനെയുണ്ട് ജോസ്നയുടെ ക്രാഫ്റ്റ് ഐറ്റംസ്? എല്ലാം അടിപൊളിയല്ലേ? ചോക്ലേറ്റ് ബോക്സിൻ്റെ കവറ്, പിന്നെ മുട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറ്, പിന്നെ അരി, ക്ലേ, അങ്ങനെ ഇലകൾ, എന്ത് കിട്ടിയാലും പുള്ളിക്കാരി അത് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറമായിട്ട് പുള്ളിക്കാരി അത് ക്രിയേറ്റീവായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ എനിക്ക് യൂട്യൂബ് വഴി പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ ലെവൽ അങ്ങ് മാറുവാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരേ ഒരു രീതിയിലായിരിക്കും. അപ്പം ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു തോട്ട്സ്, ക്രിയേറ്റീവ് തോട്ട്സ് കൂടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരൊക്കെ എനിക്ക് കുറേയധികം ഇൻസ്പിറേഷനാണ് തരുന്നത്, പുതിയ പുതിയ ഐഡിയാസ് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റിയതാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഈ റത്ത് ഞാനിപ്പോൾ എങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ കാണാം.
എങ്ങനെയുണ്ട് എൻ്റെ റെത്ത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ മിച്ചം വന്ന തുണികളും അതുപോലെ തയ്യലിന് ശേഷം ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റെത്ത് ചെയ്തേക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്കും പുതിയ ഐഡിയാസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരിക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.